9ാം ക്ലാസ്സുകാരൻ മിഹിറിന്റെ ആത്മഹത്യയിൽ രക്ഷിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തി. മിഹിർ ആദ്യം പഠിച്ച ജെംസ് മോഡേൺ അക്കാദമി പ്രതിനിധികളുടെ മൊഴിയും രേഖപ്പെടുത്തുന്നു. വിവരങ്ങളുമായി റിയ ബേബി ചേരുന്നുണ്ട്. റിയ, രാവിലെ തുടങ്ങിയതാണ് മൊഴിയെടുപ്പ്. ഇപ്പോൾ എങ്ങനെ പുരോഗമിക്കുന്നു? മാർഷലി, മിഹിറിന്റെ രക്ഷിതാക്കളുടെ മൊഴി അല്പസമയം മുമ്പ് പൂർണ്ണമായും രേഖപ്പെടുത്തി. അതിനുശേഷം അവർ ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു. 10 കൂടി തന്നെയാണ് മിഹിറിന്റെ രക്ഷിതാക്കൾ കാക്കനാടുള്ള എറണാകുളം ജില്ലയിലെ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിലെത്തിയത്. ഇവിടെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസാണ് കുട്ടിയുടെ രക്ഷിതാക്കളിൽ നിന്ന് എന്താണ് സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത തേടിയത്. ഈ ഫോൺ സംഭാഷണങ്ങൾ, അതോടൊപ്പം തന്നെ ഈ മരണശേഷം പുറത്തു വന്നിട്ടുള്ള ചില സ്ക്രീൻഷോട്ടുകൾ, അതിൽ സഹപാഠികൾ ഈ കുട്ടിയുടെ മരണം ആഘോഷിക്കുന്ന തരത്തിലുള്ള സംഭാഷണങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടി അതിക്രൂരമായ റാഗിങ്ങിന് ഇരയായി എന്ന് കാണിക്കുന്ന ചില സംഭാഷണങ്ങളുണ്ട്. അത് സഹിതമാണ് രക്ഷിതാക്കൾ ഇവിടേക്ക് എത്തിയത്. അത് കൃത്യമായി തന്നെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ മുമ്പാകെ അവർ ബോധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ പരാതി അടക്കം കൃത്യമായി തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിന് പുറമെയാണ് കുട്ടി പഠിച്ചുകൊണ്ടിരുന്ന ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെയും മുമ്പ് പഠിച്ചിരുന്ന ജെംസ് അക്കാദമിയിലെയും അധ്യാപകരും അതോടൊപ്പം തന്നെ സ്കൂൾ പ്രതിനിധികളുടെയും മൊഴി കൂടി രേഖപ്പെടുത്തുന്നത്. എന്താണ് സംഭവിച്ചത്, സ്കൂൾ അധികൃതർക്ക് ഇക്കാര്യങ്ങളിൽ അറിവുണ്ടായിരുന്നോ, എങ്ങനെയാണ് ഈ സാഹചര്യം ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത തേടുകയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ലക്ഷ്യമിടുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ ശക്തമായ നടപടിയും അതോടൊപ്പം തന്നെ കാര്യക്ഷമമായ ഒരു അന്വേഷണവും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നൊരു സൂചനയാണ്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ തന്നെ നേരിട്ടെത്തി ഇവരുടെ മൊഴി രേഖപ്പെടുത്തുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്.